T20 ലോകകപ്പിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പദമാണ് ഡ്രോപ്പ് ഇൻ പിച്ച്. IPL പോലെ ബാറ്റിംഗ് വിസ്ഫോടനങ്ങൾ ലോകകപ്പിൽ കാണാൻ കഴിയുന്നില്ല. ബാറ്റർമാരെ വെള്ളം കുടിപ്പിക്കുന്ന, ബോളർമാർക്ക് അനുകൂലമാകുന്ന പിച്ചുകളാണ് ന്യൂയോർക്കിലേത്. സ്ഥിരത പുലർത്താത്ത ന്യൂയോർക്കിലെ പിച്ചുകളുടെ പേരിൽ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്താണ് ഡ്രോപ്പ് ഇൻ പിച്ച്? പേര് സൂചിപ്പിക്കുന്നത് പോലെ മറ്റൊരു സ്ഥലത്ത് നിർമ്മിച്ച് പരിപാലിച്ചു കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതാണ് ഡ്രോപ്പ് ഇൻ പിച്ചുകൾ. മത്സരശേഷം മൈതാനത്ത് നിന്ന് പിച്ച് അതേപോലെ നീക്കം ചെയ്യാം എന്നതാണ് ഇത്തരം പിച്ചുകളുടെ പ്രത്യേകത. ന്യൂയോർക്കിലെ സ്റ്റേഡിയത്തിലെ പിച്ച് നിർമ്മിച്ചത് ഓസ്ട്രേലിയയിലെ മെൽബണിലും പരിപാലിച്ചത് ഫ്ലോറിഡയിലുമാണ്. പിച്ച് തയ്യാറാക്കിയ ശേഷം സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയായിരുന്നു. ക്രിക്കറ്റിന് പുറമെ മറ്റു മത്സരങ്ങൾക്ക് കൂടി മൈതാനം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്തരം പിച്ചുകൾ ഉപയോഗിക്കുന്നത്. പിച്ചുകളുടെ സ്വഭാവം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നില്ല എന്നതാണ് നേരിടുന്ന പ്രശ്നം. അപ്രതീക്ഷിത ബൗൺസറും സ്വിംഗും ബാറ്റർമാരെ ചെറുതായല്ല കുഴപ്പിക്കുന്നത്. ഈ ടൂർണമെന്റിൽ തന്നെ രോഹിത് ശർമ്മയ്ക്ക് മത്സരത്തിനിടയിലും പരിശീലനത്തിനിടയിലും പിച്ചിന്റെ അപ്രതീക്ഷിത സ്വഭാവം കാരണം പരിക്കേറ്റിരുന്നു. വിരാട് കോഹ്ലിയുടെ പരിശീലനത്തിനിടയിലും പ്രശ്നങ്ങൾ സംഭവിച്ചു. എന്നാൽ പഴകും തോറും ഡ്രോപ്പ് ഇൻ പിച്ചുകളുടെ സ്വഭാവം മാറുമെന്നാണ് കരുതുന്നത്. പരിശീലന മത്സരങ്ങളോ ആഭ്യന്തര മത്സരങ്ങളോ കൂടുതൽ നടത്താൻ പറ്റാത്തതാണ് ന്യൂയോർക്കിലെ പിച്ചിനെ അപകടകാരിയാക്കി മാറ്റിയതെന്നാണ് കരുതുന്നത്. റഗ്ബിയും ഹോക്കിയും ഒക്കെ കളിക്കുന്നതിനായി ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമാണ് ഡ്രോപ്പ് ഇൻ പിച്ചുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഓസ്ട്രേലിയയിലാണ് ഡ്രോപ്പ് ഇൻ പിച്ചുകളുടെ പിറവി. 1970കളുടെ അവസാന വെസ്റ്റേൺ ഓസ്ട്രേലിയ അസോസിയേഷൻ ക്രിക്കറ്റിന് ഉപയോഗിക്കാത്ത ഗ്രൗണ്ടുകൾ വാടകയ്ക്ക് എടുക്കുകയും അവിടെ മത്സരം നടത്താൻ ഡ്രോപ്പ് ഇൻ പിച്ചുകൾ നിർമ്മിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്.